മുഹമ്മദ് മദനി മുഹമ്മദ് 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 മദനി 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 മുഹമ്മദ് മുഹമ്മദ് അരുൾ മുഹമ്മദ് മുഹമ്മദ് അരുൾ മുഹമ്മദ് മുഹമ്മദ് അരുൾ മുഹമ്മദ് മുഹമ്മദ് അരുൾ മുഹമ്മദ് മുഹമ്മദ് ഫറം മുഹമ്മദ് ഫീൽ മുഹമ്മദ് കീൽ മുഹമ്മദ് മുഹമ്മദ് അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഇത് സോഷ്യൽ മീഡിയയിലൂടെ കടന്ന് കറങ്ങുന്ന ഒരു ദിക്ർ സ്വലാത്താണ്. ഇതെന്ത് സ്വലാത്താണ്? നിങ്ങൾ ഒരിക്കൽ കൂടി അതൊന്ന് കണ്ടു നോക്കുക. ഇതില് എന്ത് സ്വലാത്താണ്, എന്ത് നസീഹത്താണ് ഇവർ പറയുന്നത് ഒന്ന് കേട്ടു നോക്കൂ. മുഹമ്മദ് മദനി മുഹമ്മദ് 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 മുഹമ്മദ് അരുൾ മുഹമ്മദ് മുഹമ്മദ് അരുൾ മുഹമ്മദ് അരുൾ മുഹമ്മദ് മുഹമ്മദ് അരുൾ മുഹമ്മദ് ഫറം മുഹമ്മദ് ഫീൽ മുഹമ്മദ് കീൽ മുഹമ്മദ് ഒരു കളിയാക്കുന്ന പോലെയുള്ള ഒരു പാട്ട്. ഒരാള് സല്ലല്ലാ സല്ലല്ലാ എന്ന് പറയുന്നുണ്ട്, വേറൊരാള് മുഹമ്മദ് മുഹമ്മദ് എന്ന് പറയുന്നുണ്ട്. അതിന്റെ അടിയിൽ കൂടി മറ്റൊരാള് കുലു 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 എന്നോ കുതു 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 എന്നോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ എന്തൊക്കെയോ ദഫ് പോലെ എന്തൊക്കെയോ കൊട്ടുന്നുണ്ട്, എന്തൊക്കെയോ മിമിക്രിയും കോപ്രാട്ടിയും കാണിച്ചുകൊണ്ട് ഇവർ കാണിക്കുന്ന ഈ ദിക്ർ സ്വലാത്ത് ഉണ്ടല്ലോ, ഇത് ആര് പഠിപ്പിച്ചതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് ഇങ്ങനെ ഒന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? സ്വഹാബത്ത് അവരുടെ പിൻതലമുറയായ താബഈങ്ങൾക്കോ അത് കഴിഞ്ഞുള്ള ഏതെങ്കിലും തലമുറയ്ക്ക് ഇതുപോലെ ഒരു കോപ്രാട്ടി, ഒരു മിമിക്രി, മോണാക്ട് ഈ പറയപ്പെട്ട കലോത്സവ വേദികളിൽ പോലും ഇത് പോയി ചെയ്തു കഴിഞ്ഞാല് ചവിട്ടി പുറത്താക്കും. അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഈ ആളുകളെ രസിപ്പിക്കാൻ വേണ്ടി, കാശുണ്ടാക്കാൻ വേണ്ടി ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇസ്ലാമല്ല എന്ന് പറഞ്ഞാൽ ഇവർ പറയുക എന്താണെന്നറിയോ? അവൻ വഹാബിയാണ്, അവൻ മുർത്തദ്ദാണ്, മുബ്തദിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ ആക്ഷേപിക്കാൻ വരാറുണ്ട്. എന്നാൽ അവർക്കറിയാമോ ഇതിന്റെ ദലീൽ എന്താണെന്നുള്ളത്? ഇല്ല, അവർക്കും അറിയില്ല, ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഇവരുടെ ഏതോ ഒന്ന് അവന് എന്തോ തോന്നിയപ്പോ എന്തോ വിളിച്ചു പറഞ്ഞു, എന്തോ പാടി, അത് ദീനിൽ ഒരു വേദി കെട്ടിക്കൊണ്ട് ഇസ്ലാമിക മത പൗരോഹിത്യത്തിന്റെ മേലങ്കി അണിഞ്ഞ് വേഷഭൂഷാദികൾ അണിഞ്ഞുകൊണ്ട് ഇവർ കാണിച്ചു കൂട്ടുകയാണ്. ഇത് വിളിച്ചു പറയുന്നവർ വഹാബികളാണോ അതോ ഇതുപോലെയുള്ള ഈ ജൽപ്പനങ്ങൾ കാണിച്ചുകൊണ്ട്, ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഇവിടെ ഒരു നിരീശ്വരവാദികളായ എക്സ് മുസ്ലിങ്ങളായ തെന്നിത്തെറിച്ചു പോകുന്ന, മുസ്ലിം മതം വിട്ട് ഇസ്ലാം വിട്ടു പോകുന്ന ആളുകളെ ഉണ്ടാക്കാൻ ഇറങ്ങിയ, ആരുടെയൊക്കെയോ കയ്യിൽ നിന്നും അച്ചാരം വാങ്ങി ഇറങ്ങിയ ഒരു പറ്റം ആളുകളാണോ? ചിന്തിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ള അല്പത്തരങ്ങളുമായിട്ട്, ഇതുപോലെയുള്ള വികടത്തരങ്ങളുമായിട്ട് ഇവര് നടക്കുന്നത് ഇസ്ലാമിന്റെ പേരിലാണ്. ഈ വിഷയത്തിൽ കൂടുതൽ പറഞ്ഞു പോകാൻ താല്പര്യമില്ല. ഇത് ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് തന്നെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഇൻഷാ അല്ലാഹ് എന്താണ് ഇസ്ലാമില് ദിക്റും സ്വലാത്തും എന്നൊക്കെ നമ്മള് യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. ഇതുപോലെയുള്ള ആളുകൾ വന്ന് മിമിക്രി കാണിക്കുമ്പോ അവിടെ നിന്നും ഇതെന്റെ മതത്തിൽ പെട്ടതല്ല എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകുവാനുള്ള ആ ഒരു ബുദ്ധി ബോധം അത് നമ്മൾ ആർജിച്ചെടുക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മുടെ വരും തലമുറയെ രക്ഷിക്കട്ടെ ഇവരിൽ നിന്ന് എന്നാണ് പറയാനുള്ളത്. ഈ തലമുറയില് നമുക്കൊക്കെ ഇത് പറയുവാന് അള്ളാഹു ഭാഗ്യം നൽകിയിട്ടുണ്ട്. വരും തലമുറയെ ഇവർ ഏതൊക്കെ രൂപത്തിലാണ് മറ്റുള്ള ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുക എന്ന് നമുക്കറിയില്ലല്ലോ. ഇൻഷാ അല്ലാഹ് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇത് സംബന്ധമായിട്ട് തന്നെ ഒരു ചെറിയൊരു വീഡിയോ ഇതിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്. സമയമുള്ളവർ കാണുക, സത്യം മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബുർദ എന്ന് പറഞ്ഞ പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിലാക്കി ഈ റോഡിനോരങ്ങളിലൊക്കെ ഇപ്പൊ ഇങ്ങനെ കവലകളിലൊക്കെ ഈ പാട്ടും പാടി നടക്കുക. ഞാൻ ചോദിക്കുക, ലോകത്ത് ഏത് പ്രവാചകനെ പാട്ടും പാടി നടത്തിയിട്ടുള്ളത്? ഇതിൽ ബുർദ, ഈ ബുർദ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കണമല്ലോ. ഈ പണ്ടൊക്കെ വാളിന്റെ മുമ്പുണ്ടായിരുന്ന സംഭവം ഉണ്ടല്ലോ, മൗലായ സുല്ലീവാസ
على حبيبك خير الخلق كلهم. ഇതിന് പ്രത്യേകിച്ച് ഒരു അർത്ഥം പറയാൻ നമുക്ക് സാധിക്കൂല. കാരണം എന്താ അറിയോ? വസല്ലിം, നീ രക്ഷയേകണേ. എങ്ങനെ ചൊല്ലിയത്? കുറെ നീട്ടിട്ട് അതിന്റെ ഇടയിൽ ഒരു അരമണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ടാൽ. അപ്പൊ അതിനൊരു അർത്ഥം പറയാൻ നമുക്ക് സാധിക്കില്ല. ഇതാണ് സത്യത്തിലെ ബുറുദ. ഇപ്പൊ ഈ ബുറുദ എന്ന് പറഞ്ഞ് ഇതിനെ അലങ്കരിച്ചു കൊണ്ടുവന്ന് എങ്ങനെ നമ്മുടെ ഹൈന്ദവ സമൂഹത്തിൽ ഒരു തോറ്റംപാട്ടുണ്ട്. ആ തോറ്റംപാട്ടിന്റെ ഉസ്താദുമാരുടെ ഒരു തോറ്റംപാട്ടാണ് സത്യത്തിൽ ബുറുദ എന്ന് പറയുന്നത്. കാരണം ഒരാളിങ്ങനെ ഉടുക്കിങ്ങനെ കുടുകുടാച്ചിട്ട് കൊട്ടും, അപ്പോൾ ഒരാൾ വായുകൊണ്ട് പല ശബ്ദം ഉണ്ടാക്കും, അപ്പോൾ ഒരാളിങ്ങനെ പാട്ട് പാടും. ഇതാണ് തോറ്റംപാട്ടിൻ്റെ രീതി. അതേപോലെ ഒരാൾ ദഫ് ഇങ്ങനെ കമത്തി വെച്ചിട്ട് ഇങ്ങനെ കൊട്ടിക്കൊണ്ടേയിരിക്കുക, അപ്പോൾ ഒരാൾ വായിലിങ്ങനെ ഇങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കും ഒരാൾ. അപ്പോൾ ഒരാൾ ഇതിനെ മൗല 7 or 8 രീതി ഉണ്ട്, ട്യൂണുണ്ട് എന്നാ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കലേ. മൗലായ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ ബുക്കാഓ, ഇതിങ്ങനെ പറഞ്ഞിട്ട് വലിച്ചെറിഞ്ഞിട്ട് കൊടുക്കുക. ഇടയിൽ ഒരു ഹിന്ദി കൊണ്ടായിട്ട്. ഇതാണ് സത്യത്തിലെ ബുറുദ. ഞാൻ ഇതിന് അടിസ്ഥാനപരമായിട്ടൊരു കാര്യം പറയാ. അള്ളാന്റെ പക്കം 5 നയാ പൈസയുടെ പുണ്യം കിട്ടുന്ന ഒരാളും കരുതണ്ട. ഇനി ഭൗതികമായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മൾ സാധാരണ വാപ്പാന്റെ കയ്യിൽ നിന്ന് മോനക്കൊരു 100 രൂപ വേണം. മോൻ പോയി വാപ്പാടെ മുന്നിൽ പോയി വാപ്പ അല്ലേ ചൂലെടുത്താട്ടൂലേ, കൊടുക്കോ? എന്നിട്ട് അള്ളാന്റെ മുമ്പ് പുണ്യം കിട്ടാൻ അങ്ങനെ ചുമച്ച് തന്നിട്ട് കാര്യമുണ്ടോ? ഇബാദത്തിനൊരു മര്യാദ അല്ലേ പ്രിയമുള്ളവരെ? ഇതിനിങ്ങനെ തോന്നിയാസ റോഡിലൂടെ നടത്തി വെച്ചിട്ട് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാനല്ലേ? മദ്ഹ് എന്താണെന്ന് ഇൻഷാ അല്ലാഹ് മൗലിദിന്റെ അർത്ഥം പറയുമ്പോൾ നിങ്ങൾക്കത് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ ഇതിങ്ങനെ സമൂഹത്തിൽ നിന്ന് മൗലിദ് മരിക്കും തുടങ്ങിയപ്പോൾ കൊണ്ടുവന്ന രീതിയാണ്. ഇത് മാത്രമല്ല, ഇതിപ്പോ പല രീതികളിലൂടെ ഇത് കൊണ്ടുവരാനുള്ള ശ്രമം. ഇപ്പോൾ പലപ്പോഴും വീടുകളിൽ നിന്നൊക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് പള്ളികളിലും കവലകളിലായിട്ട് ചുരുങ്ങാൻ. ഇപ്പൊ പഴയ പോലെ ആളുകൾ വീട്ടിൽ വലിയ ആഘോഷമാക്കണമെന്ന് വിചാരിക്കുന്നില്ല. അപ്പൊ അതിനെ കൊണ്ടുവരാൻ വേണ്ടി ഇപ്പൊ പുതിയ കുറച്ച് പ്രാസംഗികർ ഇറങ്ങിയിട്ടുണ്ട്. അവരൊക്കെ പറയുന്നതെന്നറിയോ? മാലപ്പാട്ട് കൈവിടണ്ട, മാലപ്പാടിയാല് അള്ളാന്റെ ഹബീബിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നാണ്. അതിന് തെളിവെന്താണെന്നറിയോ? പിന്നെ ഉമർ ഖാദി ചെറിയ കുട്ടിയായിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഉമ്മ മരണപ്പെട്ടു പോയത്രേ. അപ്പൊ ഉമ്മ മരണപ്പെട്ടു പോയപ്പോൾ ആളുകളൊക്കെ പറഞ്ഞു, അത്ര ഉമർ ഖാദി ചെറിയ കുട്ടിയല്ലേ, നോക്കാൻ പ്രയാസല്ലേ, അതുകൊണ്ട് ഉമറിന്റെ ഉമ്മാടെ അനിയത്തിൽ നിങ്ങൾ കല്യാണം കഴിച്ചോ. അപ്പൊ അദ്ദേഹം മകനായ കുട്ടിയായ ഉമർ ഖാദിയോട് ഈ വിഷയം പറഞ്ഞപ്പോൾ ഉമർ ഖാദി പറഞ്ഞു, അത് ശരിയാവില്ല, ഞാനും കുഞ്ഞുമ്മയും തമ്മിൽ യോജിക്കൂലാൻ. അപ്പോൾ വാപ്പ പറഞ്ഞത്ര നീ കെട്ടണ്ട ഞാൻ കെട്ടിക്കോളാൻ. അങ്ങനെ ഒരു മുസ്ലിയാർ പ്രസംഗിക്കാൻ, നീ കെട്ടണ്ട ഞാൻ കെട്ടിക്കോളാൻ. അങ്ങനെ ഉമ്മാടെ അനിയത്തിനെ വാപ്പ കല്യാണം കഴിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് ഇഷ്ടക്കേട് വീട്ടിലുണ്ട്. അപ്പോൾ വാപ്പാക്ക് ഒരു കണിശതയുണ്ട്, നേരെ മഗ്‌രിബ് സമയമായാൽ സൂറത്ത് വാക്യ ഓതണം, മുഹിയദ്ദീമാല പാടണം. അപ്പോൾ എന്നും വാപ്പ വന്ന ചോദിക്കുത്തറേ മുഹിയദ്ദീമാല പാടിയോന്ന്. അപ്പോൾ ഉമർ ഖാദി പറയൂത്തര പാടി. അപ്പോൾ ഈ കുഞ്ഞുമ്മ വന്നിട്ട് പറയും, രണ്ടാനുമ്മ വന്നിട്ട് പറയും പാടിയിട്ടൊന്നുമില്ല നുണ പറയാൻ. അപ്പോൾ വാപ്പ ഒന്നുകിൽ അടിക്കും അല്ലെങ്കിൽ ചീത്ത പറയും. അങ്ങനെ ഇത് പതിവായി തുടർന്നു. പതിവ് പോലെ ഒരു ദിവസം വാപ്പ വന്നിട്ട് ഉമർ ഖാദിയോട് ചോദിച്ചുത്തര മുഹിയദ്ദീമാല പാടിയോന്ന്. അപ്പോൾ ഉമർ ഖാദി പറഞ്ഞുത്തര ഞാൻ പാടി. അപ്പോൾ കുഞ്ഞുമ്മ വന്നിട്ട് പതിവ് പോലെ പറഞ്ഞു, ഇല്ല ഒന്ന് നുണ പറയാൻ, അവൻ പാടിയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ വാപ്പ വടിക്കെടുത്തിട്ട് ഇവിടെ പാടാ എന്നൊക്കെ പറഞ്ഞ് മുമ്പിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് പാടാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ പാടിക്കൊണ്ടിരിക്കാൻ. അപ്പൊ മുഹിയദ്ദീമാല പാടി പാടി എവിടെ എത്തിയെന്നറിയോ? കളവ് പറയല്ല എന്നും മാഷൊന്നാരെ, കള്ളന്റെ കയ്യിലെ പൊന്ന് കൊടുത്തോവർ, ഉമ്മാന്റെ അനുജത്തി വാപ്പാന്റെ സൗജത്തി, കുശു കുശുക്കും മൂപ്പത്തി തല്ലുമ്മ എന്നോവർ. ഇത് കേട്ടപ്പോ വാപ്പടാ എന്താ നീ പറഞ്ഞത്? പറയാ ഉമ്മാന്റെ അനുജത്തി വാപ്പാന്റെ സൗജത്തി കുഷ് കുഷ്കു മൂപ്പത്തി തല്ലുമ്മ എന്നോവർ. ഇത് കേട്ടപ്പോ വാപ്പ മോനെ അടിച്ചില്ല. ഇത് കേട്ടപ്പോ വാപ്പ മോനെ അടിച്ചില്ല എന്ന് മാത്രമല്ല, മോനെ വാരിയെടുത്തോണ്ട് പറഞ്ഞത്ര, മോനെ നീ ഇനി ഉമ്മാനെ കുറിച്ച് പാടണ്ട, നീ ഇനി വാപ്പാനെ കുറിച്ച് പാടണ്ട, നിനക്കിനി പാടാൻ മദീനയുടെ മണവാളനുണ്ട് മോനെ, നിനക്കിനി പാടാൻ മദീനയുടെ മണവാളനുണ്ട് മോനെ. അവിടെ നിന്ന് അങ്ങോട്ട് ഉമർ ഖാദി റസൂലിനെ കുറിച്ച് പാടുകയാണ്. പാടി പാടി റസൂലുള്ളാഹിന്റെ റൗളയുടെ അവിടെ ചെല്ലുമ്പോ അതാ റൗളയുടെ പൂട്ട് പോലും പൊട്ടിത്തെറിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ കൈ പുറത്ത് വന്നുകൊണ്ട് പറയുന്നു, അസ്സലാമു അലൈക യാ ഉമർ ഖാദി. എന്നിട്ട് പറയാണ്, റസൂലുള്ളാഹി കൈ കൊടുത്തില്ല, റസൂലുള്ളാഹി സലാം പറഞ്ഞില്ല. അള്ളാഹിന്റെ പ്രവാചകനെ കുറിച്ച് മദ്ഹ് പാടിയത് കൊണ്ടുള്ള നേട്ടമാണ്. മുഹിയദ്ദീമാല പാടിക്കോ, റസൂലിലേക്ക് എത്താൻ കഴിയുമെന്ന്
നാളുനീള ഉസ്താദുമാരെ പ്രസംഗിച്ചുകൊണ്ടിരിക്കാൻ. കാരണം ഇത് AP സുന്നികൾക്ക് സ്പെഷ്യലാണ്. റസൂൽ തന്റെ കൈവരലും കുണ്ടൂർ ഉസ്താദിനെ റസൂൽ ഇവിടെ വാഹനം തന്നെ വിളിച്ചു വിളിച്ചിട്ടോ അവിടെ നിന്ന് കുണ്ടൂർ ഉസ്താദ് റസൂലിന്റെ അടുത്ത് ചെല്ലുമ്പോഴോ റസൂല് കാന്തപുരത്തായിട്ട് ചർച്ചയില്ല. നിങ്ങൾ ആലോചിച്ചോക്ക്, ഇവിടെ വന്ന വഹാബ് സഖാഫിക്ക് തൊലിക്കട്ടിനെ പറയട്ടെ, ഇങ്ങനെ എവിടെ നിന്ന് ഇവർ ദീന് പഠിച്ചിട്ടുള്ളത്? ഇതൊരു വിഷയം മാത്രമല്ല. നോക്കൊരാൾ മദീന എന്ന് 19 ദിവസം സ്വലാത്ത് തന്നെ. അവസാനം റസൂൽ ക്യാൻസർ രോഗിയാണ്. റസൂൽ ഇയാളോട് പറഞ്ഞു കൊടുക്കാൻ, നീ ഇതാ കോഴിക്കോട് പിന്നെ കാരന്തൂര് മർക്കസിലെ കാന്തപുര ഉസ്താദിന്റെ ഹദീസ് ക്ലാസ് കാണിച്ചു കൊടുക്കുക. റസൂൽ മദീനയിൽ നിന്നിട്ട് എന്നിട്ട് പറയാം അങ്ങോട്ട് പോയിക്കോന്ന്. നമ്മൾ സാധാരണ ഒരു രോഗം വന്നാലും ഡോക്ടർക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ എന്താ ചെയ്യുക? ഒന്നുകൂടെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല കഴിവുള്ള ഒരു ഡോക്ടറെ അടുത്തേക്ക് ലെറ്റർ കൊടുക്കും. റസൂലുള്ള ലെറ്റർ കൊടുക്കുക എവിടേക്ക്? കോഴിക്കോട്ടേക്ക്. ആലോചിച്ചൊക്കെ നിങ്ങൾ എവിടെ കൊണ്ടുപോയി ഇതിൻ്റെ ഇവിടെ പകരക്കാരൻ ഹസനൻ ഇങ്ങനെ തൂങ്ങി അപ്പം സ്വപ്നം കാണും. അത് ആരെ? കാന്തപുരം നബിയും. അതിനപ്പുറമൊന്നുമില്ല. നബി ഇങ്ങനെ കാന്തപുരത്തെ ഭഗത്തി പറയാ, റസൂലിനെ കാണാൻ അങ്ങനെ കാന്തപുരം ടിക്കറ്റ് കൊടുക്കുക. അവരെ വിചാരം ദുനിയാവിലൊക്കെ ടിക്കറ്റാണല്ലോ, മുടിയുമ പിഴുതാണല്ലോ കുറെ. അപ്പൊ ഒക്കെ ടിക്കറ്റും ഇങ്ങനെ കാന്തപുരം അവിടെയും ടിക്കറ്റ്, സ്വർഗത്ത് പോണേ കാന്തപുരത്തിന്റെ ടിക്കറ്റായിട്ട് പോണേ. ഇതാണ് മൂപ്പരുടെ പ്രസംഗം. അതെന്തിനാ? ഈ സുന്നിക്കാരനെ AP ആവാൻ വേണ്ടി സ്വപ്നം കണ്ട അത്രേ. അപ്പൊ നിങ്ങൾ ആലോചിച്ചൊക്കെ ഈ തോന്നിയാസങ്ങളൊക്കെ വന്നാൽ ഇവർക്ക് ഇനി റസൂല് വരും സംസാരിക്കുക, അങ്ങനെ രീതി ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഈ മാലമൗലിദുകളെ മറപിടിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയമുള്ളവരെ യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം.